അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. മുംബൈയിൽ ഒരു ദിവസം എങ്ങനെ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫുൾ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മെയിനായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കവർ ചെയ്യും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടുന്ന് ബോട്ടിലൊക്കെ കയറിയിട്ട് എലിഫൻ്റ് കേവ്സ് എന്നൊരു സ്ഥലമുണ്ട്. ആ ഒരു കേവ്സിന് അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് മാറിയിട്ട് ഹാജി അലി ദർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടി പോകണം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തും. മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഞാൻ സ്കൂട്ടറൊന്നും എടുത്തിട്ടില്ല. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര ചീപ്പറാണ്. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ മുംബൈയിൽ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഉപ്പുമാ കടയുണ്ട്. ഉപ്പുമായും ഷീരയും പോഹയൊക്കെ കിട്ടും. അപ്പോൾ അതൊരു 15 രൂപയ്ക്കുള്ള ഒരു പ്ലേറ്റിന്. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം അവിടെ കയറിയിട്ട് ഞാൻ ഉപ്പുമാ ഷീരയൊക്കെ കഴിച്ചു. ഇതാണ് കേട്ടോ സംഭവം. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അധികം പൈസ ഇല്ല, നമുക്ക് ഓക്കെയാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തൊട്ടടുത്തുള്ള ചായക്കട കയറി ഒരു 10 രൂപയുടെ ചായ കുടിച്ചിട്ട് നമ്മളിതേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കുള്ള ബസ്സിൽ കയറിയേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, അതായത് ഒരു 5 രൂപ പോയിന്റേ ഉള്ളൂ കേട്ടോ. മുംബൈയിലത്തെ ബസ്സുകളൊക്കെ ഭയങ്കര ചീപ്പാണ്. പിന്നെ ഈ കാണുന്നത് ഫ്ലോറ ഫൗണ്ടെയിൻ ആണ് കേട്ടോ. നമ്മൾ ഈ ഫ്ലോറ ഫൗണ്ടെയിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇതവിടെ കാർഡായിട്ട് വീഡിയോ വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തി കേട്ടോ. ഇവിടെ ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, കൺകുളിർക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളുണ്ട്. അത് ഈ കാണുന്ന പ്രാവുകളുടെ ഈ വിഷ്വൽസ് ആണ് കേട്ടോ. ഇവിടെ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ പ്രാവുകളെ ഫീഡ് ചെയ്യും. പിന്നെ നല്ല ക്ഷമയോടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് കാത്തിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പറക്കുന്ന ഒരു വിഷ്വൽ കിട്ടും. ഞാനും ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഷോട്ട് കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ചില ടൂറിസ്റ്റുകളൊക്കെ അതുങ്ങളെ പേടിപ്പിച്ചിട്ടൊക്കെ പറത്താൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ചെയ്തത് മോശമാണ്. നിങ്ങൾക്ക് ആ ഒരു ഷോട്ട് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് കേട്ടോ ആ ഒരു താജ് ഹോട്ടൽ. 2008 ഇന്ത്യ മൊത്തത്തിൽ നടുക്കിയ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ഹോട്ടൽ ഇവിടെയാണ്. ഇതിനുള്ളിലാണ് അന്ന് ഭീകരവാദികളൊക്കെ നുഴഞ്ഞു കയറിയതും ഭയങ്കര പ്രശ്നമായത്. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഗേറ്റ് വേ ഒക്കെ വരുന്നത് കേട്ടോ. ഈ വഴിയാണ് കേട്ടോ അകത്ത് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. നമുക്കതിൻ്റെ ഉള്ളിൽ കയറാവേ. ഉള്ളിൽ കയറുന്ന എൻട്രൻസ് അവിടെയാണ്. ഈ വഴി കയറാൻ പറ്റത്തില്ല, അപ്പുറത്തോട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1924 പണി കഴിപ്പിച്ച ഒരു സംഭവമാണ് കേട്ടോ. ജോർജ് 5ാമൻ രാജാവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി ക്വീൻ മേരിയും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യാനായിട്ട് പണിത ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇട്ടതാണ്. പിന്നീട് 1920 ഇതിൻ്റെ ബേസ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. 24 ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1924 ഡിസംബർ 4-ാം തീയതിയാണ് പബ്ലിക്കിന് വേണ്ടി ഇത് ഓപ്പൺ ആക്കി കൊടുത്തത് കേട്ടോ. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം ടച്ചും ഉണ്ട്, അതുപോലെ ഹിന്ദു ടച്ചും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി മിക്സ്ചറാണ്. അതായത് ഈ 2 ടെക്നിക്കുകളും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗേറ്റ് വേ പണിതിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പള്ളികളുടെയൊക്കെ മുകളിലുള്ള പോലത്തെ ഉള്ള ഗോപുരങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അമ്പലങ്ങളിലും ഒക്കെ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കൊത്തുപണികളൊക്കെ, അതും കാണാൻ പറ്റും. അത്യാവശ്യം ആൾക്കാരുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അത്യാവശ്യം ഫ്രീ ആയിട്ട് തന്നെ ഇത് ഗേറ്റ് വേ നമുക്ക് കാണാൻ പറ്റും. രാവിലെ വന്നേക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇതിൻ്റെ നേരെ മുമ്പിലാണ് നമ്മളുടെ താജ് ഹോട്ടൽ. എന്ത് ഭംഗിയാണല്ലോ താജ് ഹോട്ടലാണ്. അപ്പോൾ ഇതേക്ക് ഏറ്റവും കുറേ നേരം ഇട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇട്ടിരിക്കാനായിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എലിഫൻ്റ് കേവ്സിന് അങ്ങോട്ടേക്ക് പോകണം. ഇവിടുന്ന് ബോട്ട് സർവീസുകളുണ്ട്. ആ ബോട്ടിൽ ഏതെങ്കിലും കയറിയിട്ട് നേരെ കേവ് പിടിക്കണം. ഞങ്ങൾ അന്വേഷിച്ച് നോക്കട്ടെ എത്ര റേറ്റ് എന്നൊക്കെ. ഈ ബോട്ടൊക്കെ എലിഫൻ്റിലേക്ക് പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. ഇത് 260 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ. റിട്ടേൺ ഉൾപ്പെടെ 4 മണിക്കൂറത്തെ ടൂറാണ്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഗേറ്റ് വേയുടെ ബാക്ക് സൈഡിൽ. അപ്പോൾ എലിഫൻ്റ് കേവ്സിലേക്ക് പോകാനായിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫെറി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ 2 പേരായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുകളിൽ ആൾക്കാരായിട്ട് വരുമ്പോഴോ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. ഒറ്റയ്ക്ക് വരുന്ന സോളോ ട്രാവലേഴ്സിന് അവർ കൊടുക്കത്തില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇവിടെ ഇതിന് മുമ്പായിട്ട് ഒറ്റയ്ക്ക് വന്ന് പലരും സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ആ ഒരു കോംപ്ലിക്കേഷൻസിൻ്റെ റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരുടെ മുഴുവൻ ഡീറ്റെയിൽസും ഐഡൻറ്റിറ്റി കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സോളോ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. 260 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഫെയർ.
ഇത് ഡിലക്സ് ക്ലാസ് ആണ്, അതായത് 10-15 മിനിറ്റിൽ ഈ ഒരു ബോട്ട് എപ്പോഴും ഉണ്ടാവും. മറ്റേ എക്കണോമിക് ക്ലാസ് മറ്റൊരു സംഭവങ്ങളുണ്ട്, 160 രൂപ എന്നിട്ട് 165 രൂപ എന്താണ്, അത് കുറച്ചും കൂടി ചെറിയ ബോട്ടാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മളുടെ ടിക്കറ്റ്, ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. ഞാൻ താഴെ കയറുന്നുള്ളൂ, എനിക്ക് വെയിലുള്ള. ഇതാണ് ഒരു ബോട്ട്. ഇപ്പോൾ കാലിയറടക്കാണ്, ഇതൊക്കെ ഫുൾ ആയിക്കോളും. മുകളിലേക്ക് ആയിട്ടാണെങ്കിൽ മുകളിൽ 10 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി മുകളിലേക്ക് അലോ ചെയ്യും. അപ്പോൾ ഗോയ്സ്, ഈ ഒരു എലിഫൻ്റ കേവ്സിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് ബോട്ടിൽ ഏകദേശം 1 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. പോകുന്ന വഴിയിൽ ഇതേപോലെയുള്ള കുറേ ഐലൻഡുകൾ നമുക്ക് കാണാൻ പറ്റും, കപ്പലുകൾ കാണാൻ പറ്റും, ബോട്ടുകൾ കാണാൻ പറ്റും, അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകൾ കൂടി കാണാൻ പറ്റും. ഇത് സൈബീരിയൻ സീഗുൾ എന്ന് പറയുന്ന ഒരു തരം മൈഗ്രേറ്ററി ബേർഡാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഏകദേശം 10,000 കിലോമീറ്ററോളം സൈബീരിയയിൽ നിന്നും പറന്നു വന്നിട്ടാണ് ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ ഈ ഒരു മുംബൈ ഭാഗത്ത് ഇവർ വരുന്നത്. അവിടുത്തെ എക്സസീവ് ആയിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ഓൺ ദ വേയിൽ കുറേ ബോട്ടുകൾ കാണാൻ പറ്റും, അതേപോലെ തന്നെ കപ്പലുകൾ കാണാൻ പറ്റും. ചില കപ്പലുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നതുണ്ട്, ചിലത് മൂവ് ചെയ്യുന്ന കപ്പലുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ കപ്പലിൻ്റെ അവിടെ നിന്ന് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ബോട്ടുകൾ പോകുന്നത്. പിന്നെ ഇവിടെ കുറേ ഐലൻഡുകളുണ്ട്. നമ്മൾ എലിഫൻ്റ കേവ്സിലേക്കുള്ള ആ ഒരു ഐലൻഡ് മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ ഐലൻഡുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കും ബോട്ട് സർവീസുകൾ അവൈലബിൾ ആണ്. എലിഫൻ്റിൽ നിന്ന് കയറുന്ന സമയത്ത് അത് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. ഈ പക്ഷികൾ ഇങ്ങനെ നമ്മളെ വിടാതെ പിന്തുടരും കേട്ടോ. ഇങ്ങനെ പുറകേനുണ്ടാവും, കുറേ ദൂരം ഉണ്ടാവും. നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കും. ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക, ഭയങ്കര പ്ലേഫുൾ ആണ്. നല്ല രസമാണ് നമുക്ക് കാണാനായിട്ട്, നല്ല രസമാണ്. ഗോയ്സ്, പിന്നെ ഇവിടെ ഒരു വലിയ ഐലൻഡ് ഉണ്ട്. ഇവിടെ ഗൂഗിൾ മാപ്പിൽ ജവഹർ ദ്വീപ് എന്നാണ് കൊടുത്തേക്കുന്നത്. ജവഹർ ദ്വീപ്, ആ ജവഹർ ദ്വീപാണ് ആ ദൂരെ കാണുന്നത്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളുടെ 1 മണിക്കൂറത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എലിഫൻ്റ കേവ്സിന്റെ ആ ഒരു ഐലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൂരെ കാണുന്ന ഐലൻഡാണ് എലിഫൻ്റ കേവ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഈ ബോട്ട് ഇപ്പം അടുപ്പിക്കാൻ പോകുന്നത്. സ്ഥലം എത്താറായപ്പോൾ തന്നെ ആളുകളെല്ലാം എണീച്ച്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. വെൽക്കം ടു എലിഫൻ്റ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് മോണമെൻറ്റ്. ഇവിടെ ടോയ് ട്രെയിൻ സർവീസുകളുണ്ട്. ഇവിടുന്ന് ആ ഒരു കേവിൻ്റെ അറ്റം വരെ ടോയ് ട്രെയിൻ ഉണ്ട്. 10 രൂപ 15 രൂപ ആണ് ഇതിന്. താല്പര്യമുള്ളവർക്ക് ഇത് എടുത്ത് പോകാം, അല്ലാത്തവർക്ക് നടക്കാം. ഞാൻ എന്തായാലും നടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് റിട്ടേൺ ബോട്ടുകൾ ഓരോ അരമണിക്കൂർ ഇടവിട്ടുമുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരു ബോട്ടിൽ കയറിയാൽ മതി. പിന്നെ ഇവിടെയൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടംമാതിരി കടകളുണ്ട്. എന്തെങ്കിലും വെള്ളവും സ്നാക്സൊക്കെ വാങ്ങിക്കണമെങ്കിലുള്ള ഓപ്ഷനുകളുണ്ട്. ടോയ് ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ. വെൽക്കം ടു എലിഫൻ്റ ഐലൻഡ് മുംബൈ. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ കടകളൊക്കെ. ആ ഒരു ടോയ് ട്രെയിന് അപ്പ് ആൻഡ് ഡൗൺ 18 രൂപയാണ് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ. തിങ്കളാഴ്ച ക്ലോസ് ആണ് കേട്ടോ ഇത് കേവ്. കേവിലേക്ക് ഒരു 5 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഇഷ്ടംമാതിരി കടകളുണ്ട്, കുറേ റെസ്റ്റോറൻറ്റ് ഓപ്ഷനുകളുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഊണും ദോശയും എല്ലാ സാധനങ്ങളും കിട്ടും. ഇത് അങ്ങ് അറ്റം വരെ ഇവർ കടകൾ പണിത് വെച്ചേക്കാൻ തോന്നുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ചെറിയ വാക്കിന് ശേഷം നമ്മളിത് എലിഫൻ്റ കേവ്സിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കുരങ്ങന്മാരിക്കൊണ്ടൊക്കെ മേളിൽ ഇവിടെ അകത്തേക്ക് ഇറങ്ങാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ വീണ്ടും എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് 40 രൂപ. അപ്പോൾ ഓൾറെഡി നമ്മൾ 250 രൂപ ബോട്ടിന് കൊടുത്തു, 5 രൂപ വില്ലേജിൽ കയറാൻ കൊടുത്തു, 40 രൂപ കേവിനും എടുത്തു. മൊത്തം 305 രൂപ വന്നു. ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളൊരു ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തോണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു എലിഫൻ്റ കേവ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ എലിഫൻ്റ കേവ്സിന്റെ ഈ ഒരു പേര് വന്നത് പോർച്ചുഗീസുകാരുടെ നിന്നാണ് കേട്ടോ. ഈ ഐലൻഡിനോട് ചേർന്ന് ഒരു കല്ലിൽ വളരെ വലിയ ഒരു ആനയുടെ പോലത്തെ ഒരു രൂപം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഈ ഒരു ഐലൻഡിനെ എലിഫൻ്റ കേവ്സ് എന്ന് വിളിച്ചു. ആക്ച്വലി ഈ ഒരു ഐലൻഡിന്റെ പേര് ഗരാപുരി എന്നാണ് കേട്ടോ. ഇതൊരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്, കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ കുറെ കാലത്തോളം ഈ ഒരു ഐലൻഡ് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. പിന്നെ 1970-ലൊക്കെയാണ് ഈ ഗുഹകളുടെ റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഈ ആദ്യത്തെ ഗുഹയിലേക്ക് കയറുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് നടരാജ ശിവ വിഗ്രഹമാണ് കേട്ടോ. അതിനകത്ത് ബ്രഹ്മാവിന്റെ രൂപവും ദേവിയുടെ രൂപങ്ങളും ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ കുറേ ടൈപ്പ് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങൾ പോലത്തെ സംഭവങ്ങൾ ഈ ഒരു കേവിനുള്ളിൽ പല ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഐലൻഡിൽ മൊത്തം 7 ഗുഹകളാണുള്ളത്. അതിൽ ആദ്യത്തെ 5 എണ്ണം എന്ന് പറയുന്നത് വലിയ ഗുഹകളാണ്. അത് ഈ ഹിന്ദു മിത്തോളജിയായിട്ടൊക്കെ റിലേറ്റഡ് ചെയ്യപ്പെട്ട ഗുഹകളാണ്. പിന്നെ ബാക്കിയുള്ള 2 എണ്ണം കുറച്ച് ചെറിയ ഗുഹകളാണ്. അത് ബുദ്ധിസ്റ്റ് കേവ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ഗുഹകളെല്ലാം തന്നെ റോക്ക് കട്ട് കേവ്സ് ആണ്, അതായത് മല തുറന്നുണ്ടാക്കിയിരിക്കുന്ന ഗുഹകളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ ഈ കാണുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കഷ്ടപ്പാടും എഫേർട്ടൊക്കെ ഭയങ്കര വലുതുമാണ്. പിന്നെ ഈ ഗുഹകളെല്ലാം തന്നെ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്.
1987 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഈ ഒരു സ്ഥലം കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെ മാറി. ഇപ്പൊ എന്തായാലും മുംബൈയിൽ ട്രിപ്പ് വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഈ ഒരു സ്ഥലം കൂടി കണക്ട് ചെയ്തിട്ട് ഇവിടെയും കൂടി വരാറുണ്ട്. നിങ്ങളിത് മിസ്സാക്കരുത് കേട്ടോ. ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഈ ഒരു കേവും ഇവിടുത്തെ ഈ ഒരു ഐലൻഡും ഈ ഐലൻഡിലേക്കുള്ള ഒരു ബോട്ട് യാത്രയും എല്ലാം നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു എലിഫന്റ കേവ്സിലേക്ക് രാവിലെ ഒരു 9 മണി മുതൽ ബോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. അത് വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണി വരെയൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ മൺഡേ ഈ ഒരു കേവ്സ് ക്ലോസ്ഡ് ആണ്, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഓപ്പൺ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഹൈറ്റിലാണ്. താഴെ റോഡുണ്ട്. ഒരു 2 മണിക്കൂർ ഒക്കെ വേണം ഫുള്ള് കണ്ടു തീർക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഞാനിവിടെ ഒരു കടയിൽ കയറിയിട്ടേ ഒരു ചെറിയ ഫ്രൂട്ടി പറഞ്ഞു. അപ്പോൾ അതിന് MRP 10 രൂപയായിരുന്നു. അപ്പോൾ അവർ 12 എന്നാണ് പറഞ്ഞത്, 15 രൂപ എന്നാണ് പറഞ്ഞത്. പിന്നെ 10 രൂപ അല്ലേന്ന് ചോദിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരപ്പോൾ തന്നെ ഇല്ല ഒന്നുമില്ല പൊക്കോ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. തന്നില്ല. അത് അവർ അവരുടെ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. ഞാൻ ചോദിച്ചതേ ഉള്ളത്, അവർ 5 രൂപ 10 രൂപ കൂടുതൽ എടുക്കുന്നത് പോട്ടെ, അത് ഈ ഐലൻഡിനുള്ളിലായതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൂടുന്നതെന്ന് എനിക്ക് നമുക്ക് ഊഹിക്കാമല്ലോ. അത് എത്രയും ചോദിച്ചതിന് അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ലത്. ഞാൻ അപ്പുറത്തെ കടയിൽ കയറിയിട്ട് അതിനേക്കാളും വലുത് എനിക്ക് 20 രൂപ കിട്ടി. അതിൻ്റെ ഡബിൾ ഉണ്ട്. ഒരു അമ്മയാണത്. ഞാൻ വളരെ പൊളൈറ്റായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത്, 10 രൂപ ആണോന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അവർക്കൊന്നും പറയാനില്ല. മഹാരാഷ്ട്രയിൽ ഒരുപാട് ഒരു 99% ആൾക്കാരും ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു 1% ആൾക്കാർ ഇങ്ങനത്തെ അറഗൻ്റ് ആയിട്ടുള്ള ആളുകൾ. നമുക്കിനി ഇവിടെ നിന്ന് ഇപ്പോൾ ബോട്ട് പിടിക്കണം. അപ്പൊ ഗോയ്സ് നമ്മൾ തിരിച്ച് ഗേറ്റ് വേഡ് അങ്ങോട്ടേക്കുള്ള ബോട്ടിൽ കയറി കേട്ടോ. ബോട്ടൊക്കെ ഫുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഗേറ്റ് വേഡ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഡോർമെറ്ററിയിലേക്ക് പോവാണ് കേട്ടോ. എനിക്കിത് മൊത്തത്തിൽ ഭയങ്കര ക്ഷീണം തോന്നുന്നത് കൊണ്ട് ഹാജലി ദർഗ നമുക്ക് നാളെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ കാഴ്ചകളെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാകും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ CST അങ്ങോട്ടേക്കുള്ള ബസ്സിൽ കയറി CST പോയി ഇറങ്ങിയിട്ട് ഡോർമെറ്ററിയുടെ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഇടയിൽ ഒരു 60 രൂപയ്ക്ക് ബിരിയാണി എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് അങ്ങനെ ആ ഒരു സ്ഥലത്ത് കയറിയിട്ട് ബിരിയാണിയും കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. 60 രൂപയ്ക്കൊക്കെ നല്ല വൃത്തിയായിട്ട് തോന്നി. അപ്പോൾ അവിടുന്ന് ഫുഡും കഴിച്ച് ഡോമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഹാജലി ദർഗ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. പിന്നെ ദർഗയുടെ അങ്ങോട്ടേക്കുള്ള ബസ് പിടിക്കണം. ഇവിടെ മുംബൈയിലത്തെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ അത്യാവശ്യം ചീപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റ് കീറാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ ബസ് നോക്കുക, ലേഡീസ് ബസ്സാണ് കേട്ടോ. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓൺലി ഫോർ ലേഡീസ്. എനിക്ക് ഫുൾ ലേഡീസ് മാത്രം. ഇവിടെയൊക്കെ ഇങ്ങനെ റോഡിന് വട്ടം ചാടാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതേപോലെ മുകളിലേക്ക് പാസുകളും താഴെ അണ്ടർഗ്രൗണ്ട് പാസുകളൊക്കെയാണ് ഉള്ളത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. പ്ലീസ് ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ എടുത്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഗൂഗിൾ പറയുന്നത് കറക്റ്റാണ് കേട്ടോ. അതേ 124 ആ ബസ് തന്നെയാണ് ഇവരും പറഞ്ഞത്. 10:21 2 മിനിറ്റിനുള്ളിൽ വരും. ഹാജലി ബസ് ഈ ബസ്സിലാണ് കയറാനുള്ളത്. ഗുയിസ് ദർഗ വരെ 13 രൂപ ടിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് സീറ്റും കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബസ് യാത്രയിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതെന്താ ഞാൻ പറയാം. ഏതോ ഒരു സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇടിച്ചു കയറി കേട്ടോ. അപ്പോൾ അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു ചേട്ടനും 3-4 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശീലിച്ചേക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ എണീച്ചിട്ട് സീറ്റ് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അപ്പം തന്നെ എണീച്ചിട്ട് ആ ചേട്ടനോട് പറഞ്ഞ് നിങ്ങളോട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവർ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2-3 കൊച്ചുങ്ങളെയും കൊണ്ട് ഒരു ചേച്ചി അവിടെ വന്നിട്ട് ഇരുന്നു. നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഒരു താങ്ക് യു പോലും പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയിരിക്കോ ഒന്നും ചെയ്തില്ല. അത് പോട്ടേന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി അകത്തേക്ക് ഇടിച്ചു കയറിയിട്ട് നേരെ ഉന്തി തള്ളി എന്നെ ഒരു സൈഡിലേക്ക് ആക്കി. അതും ഞാൻ പോട്ടേന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ അവർ ആരെയും നോക്കുന്നില്ല കേട്ടോ. ചുറ്റുപാടുള്ള ആരെയും നോക്കുന്നില്ല, ആരെയും കെയർ ചെയ്യുന്നില്ല. അവരുടെ കാലിലൊക്കെ ചവിട്ടിയിട്ട് 5-6 തവണ എൻ്റെ കാലിൽ ചവിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ച് നിൽക്കണം, എൻ്റെ കാലിൽ ചവിട്ടുന്നുണ്ട്, എനിക്ക് വേദനെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 6ാമത്തെ തവണ ചവിട്ടുമ്പോൾ എന്താണ് അവർ ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സോറി പറയുന്നത്. ശരിക്കും ഇത്രയും മര്യാദ ഇല്ലാത്ത ആളുകൾ ഞാൻ മുംബൈയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഫാമിലി ആയിരുന്നു. ആ ഫാമിലി ഞാൻ ബസ് ഇറങ്ങിയ സമയത്ത് ഈ മുമ്പിൽ പോകുന്ന ഈ ഫാമിലിയാണ് കേട്ടോ. അപ്പൊ എനിക്കതെന്തോ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് തോന്നി. കാരണം നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ നമ്മളോട് ഒരു നല്ല വാക്ക് പോലും പറയുകയോ ഒരു ചിരിക്കുകയോ പോലും ചെയ്യാതെ നമുക്ക് ലാസ്റ്റ് ഉപദ്രവമായിട്ട് മാറുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇതൊരു അനുഭവമാണല്ലോ. യാത്രകൾ ഉണ്ടാവുന്ന എല്ലാം ഓരോ അനുഭവങ്ങളാണ്. ആ ഒരു അനുഭവങ്ങൾ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് ഹാജലി ദർഗയിലൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ ദർഗയുടെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സുഹൃത്തുക്കളെ ആ ദൂരെ കാണുന്നതാണ് ഹാജി അലി ദർഗ. ഇവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുസ്ലിംസ് മാത്രമൊന്നുമല്ല, അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഭിക്ഷ അയച്ചിരിപ്പുണ്ട്. ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ ഹാജി അലി ദർഗ. ഈ ദർഗയുടെ സൈഡിൽ തന്നെ കടലിലേക്ക് ഇറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതാണ് ആൾക്കാരൊക്കെ അവിടെ വെള്ളത്തിലുണ്ട്. പക്ഷേ വെള്ളം കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, അലമ്പ് വെള്ളമാണ്. പക്ഷെ ആൾക്കാരൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലുണ്ട്. ഇതിനുള്ളിൽ കയറുന്നതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടൊന്ന് കയറി നോക്കിയാലോ. ഇപ്പോൾ ബീച്ച് ഞാൻ അകത്തേക്ക് കയറിട്ടോ. ഇതാണ് അകത്തെ കാഴ്ചകൾ. ദർഗയുടെ അകത്ത് കയറിയതാണ് കേട്ടോ. അകത്തല്ല, എൻ്റെ ഒരു ഭാഗത്ത്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്.
ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കേ, അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ ആളുകൾ ഇരുന്ന് കാലെഴുതുന്നുണ്ട്. തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഗുയിസ് ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനൊന്നുമില്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനും ഒക്കെ ഉള്ള ആളുകളോട് വന്നിട്ട് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ സമൂസയൊക്കെ വെക്കുന്നത് എവിടെയാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു സമൂസ കഴിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞാൻ അവിടുന്ന് ഒരു സമൂസ കഴിച്ചു. ഈ വഴിയാണ് കയറിയത്, ദർഗയുടെ ഫ്രണ്ട് ഭാഗം. ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, പൊരിഞ്ഞ വെയിലാണ്. വെയിലത്തിന് തിരിച്ചടക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഹാജി അലി ദർഗയുടെ അവിടെ നിന്ന് ഇറങ്ങുകയാണേ. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, ധോബി ഘാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ധോബി എന്ന് പറയുമ്പം ഈ അലക്കുകാരുടെ സ്ഥലമാണ്. എന്താ പറയുക, തുണികളും ബൾക്കായിട്ട് അവർ അലക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഗുയിസ്, അവിടുന്ന് ഞാൻ ബസ്സിൽ കയറി നേരെ മഹാലക്ഷ്മി എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ദൈ നിൽക്കുന്ന ആൾ ടിക്കറ്റ് ചെക്കറാണ് കേട്ടോ. അതായത് ഇതിൽ വരുന്ന ആൾക്കാർ തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിർത്തുന്ന ആളുകളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ധോബി ഘാട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാൻ എന്തായാലും മാപ്പിൽ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നടക്കാമെന്ന് വിചാരിച്ചങ്ങ്. ഓക്കെ ഗുയിസ്, ഈ കാണുന്നതാണ് ധോബി ഘട്ട്. ഗുയിസ്, ആ കാണുന്നതാണ് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ. ആ മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കാണുന്ന ധോബി ഘട്ട്. നോക്കിക്കേ, എത്രത്തോളം തുണിയാണ് ഇവർ അലക്കി ഉണക്കാനിട്ടേക്കുന്നത് നോക്കിക്കേ. പല തരത്തിലുള്ള തുണികളുണ്ട്. ഈ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് മുംബൈയിലത്തെ വളരെ കാഷ്വൽ ആളുകൾ ജീവിക്കുന്നതും അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നതുമായിട്ടുള്ള രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തോരം ഡ്രസ്സുകളുണ്ടെന്ന് നോക്കിക്കേ. ഷോർട്സുകളും ഷർട്ടുകളും ജീൻസുകളും ബെഡ്ഷീറ്റുകളും അതുപോലെ വലിയ വലിയ ക്ലോത്തുകളും ഒക്കെ ഇവിടെ അലക്കി ഉണക്കാനിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ 24 മണിക്കൂറും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അലക്കുക, ഉണക്കുക, അത് ഇസ്തിരി ഇടുക, അത് ഉടമസ്ഥൻ്റെ കൈകളിലേക്ക് തിരികെ എത്തിക്കുക, വീണ്ടും ഇതേ സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് അഥവാ കോടിക്കണക്കിന് തുണികളാണ് ഈ ഒരു സ്ഥലത്ത് അലക്കുന്നത് കേട്ടോ. ഇത് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 1890-കളിൽ ആണ് ഈ ഒരു ധോബി ഘട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കേട്ടോ. അതായത് ഏകദേശം 140 വർഷത്തെ പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ലോണ്ടറിയാണ് ഈ കാണുന്ന ധോബി ഘട്ട്. ഏതാണ്ട് 700-ലധികം കുടുംബങ്ങൾ ഈ ഒരു അലക്ക് ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ തിരിച്ച് നമ്മൾ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. CST ബസ് ഇവിടുന്ന് കിട്ടും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടും. ഇവിടെ TC-മാർ നിൽപ്പുണ്ട്, ടിക്കറ്റ് ചെക്കേഴ്സ് നിൽപ്പുണ്ട്. ഇവിടെ ഫൈൻ അടിക്കാനുണ്ട്. അതായത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വെള്ളയിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ എത്ര രൂപയുടെ ടിക്കറ്റാണോ അതിൻ്റെ 10 ഇരട്ടി പ്ലസ് ഒറിജിനൽ റേറ്റ്, അതാണ് ഇവിടുത്തെ ഫൈൻ. 5 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 55 രൂപ ഫൈൻ. അങ്ങനെ കൊള്ളാമല്ലേ, സിസ്റ്റം കൊള്ളാം. അങ്ങനെ ഇവിടെ ബസ് എത്തിക്കുകയാണ്. 124 എന്ന് പറഞ്ഞൊരു ബസ് ഇപ്പോൾ നമുക്ക് വരും. അത് നമുക്ക് CST നമ്മുടെ ആ ഒരു സ്റ്റേഷൻ വരെ പോകാൻ പറ്റും. ഇതാണ് ആ ഒരു ബസ് സ്റ്റോപ്പ്. മാപ്പിൽ നോക്കിയപ്പോഴും ബസ് കാണിച്ചേക്കുന്നത് A124 എന്ന് പറഞ്ഞ ബസ്സാണ്. ഈ ബസ് CST പോകട്ടോ, ഇതിനകത്ത് കയറാം. അവർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ₹13 അതൊക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഡോർമെട്രി വന്നു. ഞാനൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി കൈകാലൊക്കെ കഴുകി നേരെ ബോംബെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡും കഴിച്ചു. അവിടെ പോയിട്ട് പൊറോട്ടയും ചിക്കൻ സുക്കയും കഴിച്ചു. വയറും നിറഞ്ഞു. ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ എഡിറ്റിങ്ങിന് ഇരിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട സ്ഥലങ്ങൾ, അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, എലിഫൻ്റ കേവ്സ്, ഹാജി അലി ദർഗ, ധോബി ഘട്ട്, ഈ സ്ഥലങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എനിക്കിടയ്ക്ക് വയ്യാണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 ദിവസങ്ങളായിട്ട് എടുത്തത്. അതായത് ഹാഫ് ഡേ ഇന്നലെ എടുത്തു, ഹാഫ് ഡേ ഇന്നും ഇറങ്ങി. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ ചെയ്തേക്കാണ്. എല്ലാവരും പറഞ്ഞാലും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഞാൻ പോയിട്ട് എൻ്റെ എഡിറ്റിങ്ങും വർക്കായിട്ടിരിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.